അപ്പോൾ കൂടെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷെഫിലയുടെ പഴയ ഒരു റെസിപ്പിയാണ്. അത് ഷെഫിലയുടെ രീതിയിലല്ല നമ്മൾ ചെയ്തേക്കുന്നത്, നമ്മളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ മത്തി വെച്ചുകൊണ്ട് നല്ല അടിപൊളി ഒരു സംഭവമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടാലോ. ആദ്യം നമുക്ക് ഒരു സ്പൂണോളം മുളക് പൊടി എടുക്കുക, കുറച്ച് മഞ്ഞപ്പൊടി, നമുക്ക് ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ ഇതിനൊക്കെ പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മത്തി അഥവാ ചാള, നമ്മളിത് കൊല്ലക്കാർ ഇതിന് ചാള എന്നാണ് പറയുന്നത്, ഇട്ട് കൊടുത്ത് നല്ലോണം നമുക്ക് അരപ്പൊന്ന് തേച്ച് എടുക്കാം. അടുത്ത നമ്മൾ ഇരുമ്പിന്റെ ചട്ടി വെച്ച് കൊടുത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഒരു 3/4 ടീസ്പൂണോളം ഉലുവായിട്ട് കൊടുക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ ഇടുന്ന പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞാണ് അതിട്ട് കൊടുക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞാണ് അതിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും നല്ലോണം വഴറ്റിയിട്ട് ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്കതിനകത്ത് പൊടിയായിട്ട് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇവിടെ നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു സവാള പൊടി, ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞാൽ അതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇറക്കി ഒന്ന് മാറ്റി വെക്കാം. അടുത്ത് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കരിയാപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ തേങ്ങാപ്പാലാണ്, കട്ടിയുള്ള നല്ല തേങ്ങാപ്പാൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് മസാല ഉണ്ടല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി, അതിട്ട് കൊടുക്കുക. മസാലയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് അപ്പം നമ്മൾ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നല്ലോണം ഒന്ന് വറ്റി വരണം ഇത്. ഇപ്പൊ കൂടാതെ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതിനൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പയോടെയോ അല്ലെങ്കിൽ ചപ്പാത്തി, അപ്പം, ഇതിലൂടെയൊക്കെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും